എന്താ എവിടെ കിടക്ക് നോക്കട്ടെ. ഒരു മനുഷ്യൻ പേരിന്റെ വരവുണ്ടെങ്കിൽ തണുത്തിട്ട് കുടുങ്ങിക്കണല്ല. തണുത്തിട്ടാ ആ ശരി. ഞങ്ങള് പാഞ്ഞ് തടി കിണിഞ്ഞ് ഇവിടെ നിക്കാൻ പറ്റൂല. ശരിക്കും ആളെ കാണില്ല. അജാതി മഞ്ഞാണ്. രാത്രി വ്യൂ ഉണ്ടോ ഊട്ടിന്റെ? അടിപൊളിയല്ലേ? രാത്രിയല്ല, വൈകിട്ടുള്ള കോട മൂടിക്കണം. ഫുള്ള് കോട മൂടിക്കണം. ഒന്നും കാണൂല. ഇത് പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാനും വേണ്ടി രാത്രി ഹോട്ടലിൽ തിരഞ്ഞിങ്ങനെ നടക്കാണ്. അപ്പോൾ കിട്ടിയതാണ് പോത്തുകൾ അവരെ വീട്ടിൽ പോവാണ്. നല്ല രസമുണ്ടായിരുന്നു. തണുപ്പും കൊണ്ട് ഇങ്ങനെ റോട്ടിലൂടെ നടക്കാൻ. ഇതാണ് പിന്നെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. വല്ലാതെ വ്യൂ ഒന്നുമില്ല. സോഫ ഉണ്ട്. ഊട്ടിയില് ചായപ്പൊടിന്റെ നാട്ടില് വന്നിട്ട് വൈകുന്നേരം ഒരു 4 മണി ചായ കുടിച്ചില്ലാന്ന് പറഞ്ഞ 2 ഫാമിലി ഉണ്ട്. എവിടെ കൊണ്ടേ അടക്കും സങ്കടം ഇല്ല പൊന്നുവാ. അതൊരു എന്താ പിന്നെ അർത്ഥം? ഇത് കണ്ടില്ല, ജനലൊക്കെ ഐസ് വെള്ളം എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഐസ് വെള്ളം ഒഴിച്ചാൽ പാത്രത്തും ഉണ്ടാവുമല്ലോ ഒരു ഇത്, അതുപോലെ അയക്കണ്. നല്ല രസമുണ്ട്. പക്ഷെ ജനലൊന്നും തുറക്കാൻ കിട്ടൂല കേട്ടാ. എല്ലാവരും കുളിച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചില്ല പൊന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ചൂടുവെള്ളത്തിലുള്ള കുളി? ഏൽക്കണിയാ? അപ്പൊ ഈ ചൂടുകാലാണോ തണുപ്പ് കാലാണോ നല്ലത്? രണ്ടും വേണം. പക്ഷെ ഇവിടെ പറ്റണിയല്ലോ. എന്താണ് സംഭവം എന്താന്ന് വെച്ചാലേ തണുപ്പ് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളെ നാട്ടിലത്തെ ചൂടാണ് നല്ലത്. ചൂടായപ്പോള് നമുക്ക് കുറച്ച് ഫാറ്റ് കിടന്നാ പോലെ. പക്ഷെ ഇതാ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റൂല. കുളിക്കാൻ ഇവിടെ ഫാനൊന്നുമില്ല കേട്ടാ. ഫാനില്ല, ഒന്നുമില്ല. TV ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഉച്ചാറട്ടോ. നല്ല അടിപൊളി റൂമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ടൂർ വന്നുകാണ്ട് നല്ല ലക്ഷറി റൂം എത്തിക്കാണ്ട് കിടക്കേണ്ട ആവശ്യത്തിന് നമുക്കൊന്ന് രാത്രി കിടന്നുറങ്ങി ജയിച്ചാനല്ല. അപ്പം ഈ റൂമൊക്കെ മതിയല്ലോ. സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. തണുപ്പ് ഒരു അടിപൊളി. ജനുവരി നല്ല തണുപ്പാണ് അറിഞ്ഞത്. ഈ ജനുവരി ഡിസംബറത്തെക്കാളും തണുപ്പാണല്ലോ ജനുവരിയിൽ. കൊടുന്തണുപ്പാണ്, സഹിക്കാൻ പറ്റണില്ല. ഇതിനു മുന്നേ ഐസ് കട്ടാവുന്നുണ്ട്. അന്നൊന്ന് വരാതിരുന്ന നന്നായി. ഐസ് കട്ട ഇവനോട് ഞാൻ കുളി കഴിഞ്ഞാണ്ട് ഈ പുതപ്പിൻ്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞാണ്. പുതപ്പിൻ്റെ ഉള്ളിൽ കയറി നല്ല ചൂടട്ടോ. നല്ല കാണാൻ പറ്റില്ല, കട്ടിയുള്ള കമ്പിളിയാണ്. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വെള്ളം അയച്ചാല് രാവിലെ നോക്കിയാല് ഐസും കട്ടായിട്ടുണ്ടാവും. കുട്ടിമോനെ, മോനെന്താ വീഡിയോ വലിക്കണ്ടാ? ഒന്ന് വിളിച്ചാ തൊള്ള ഫുള്ള് കാറ്റുണ്ട്. ഇവിടെ വ്യൂസ് ഇതാ ഉള്ളൂട്ടെ. വ്യൂസ് നല്ല അടിപൊളി. ഇങ്ങനത്തെ ഫ്ലവറുകൾ ഇവിടെ തോനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളാ ഭാഗത്തൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. അമ്പലത്തെ ഫ്ലവർ അല്ല, അമ്പലത്തെ താഴെ റൂമ്, താഴെ 3 റൂമ്, മേലെ എത്ര അറിയാം. മേലൊക്കെ ഫുള്ളാണ്. ഈ സീസണിൽ ഞങ്ങൾക്കുള്ള ലാഭത്തെ കിട്ടിയതാണ് ഈ റൂം. 1000 റുപ്യ. ആദ്യം 1000 മേലൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ 1000 നല്ല കുഴപ്പമില്ലാത്ത റൂം.
ഇതില് കാണൂലടാ. ഇവരാൾ നിക്കണത് ഇപ്പൊ കളി ഷൂ മാത്രം കാണാൻ പാടുള്ളൂ, ബാക്കി എന്റെ മൂടി കാട്ടി തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി കൊടുത്താ ഇത് ഞാൻ നിക്കാൻ പറ്റൂല. പെരുന്താപ്പാണ്. പെരുന്നാൾ നമ്മളെ നാടാണ് നല്ല സുഗന്ധ, കൈ കട്ടിയാവില്ല. അത്രക്കും തണുപ്പ്, തണുപ്പിന്റെ പൂതിയാണ്ട് കിടും. ഇത് തണുപ്പ് എന്ന് പറഞ്ഞെങ്കിൽ അത്രക്കും തണുപ്പ് വേണം. അതന്നെ പറഞ്ഞിട്ടാ. പക്ഷെ നല്ല റൂം ചൂടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സൂപ്പർട്ടാ. പക്ഷെ ചൂടെല്ലാം നമ്മളുണ്ട് ഒഴിച്ച് കഴിഞ്ഞാ അപ്പൊ തന്നെ വിടും. ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല. ഇന്നാണ്ട് വിട്ടുന്ന എനിക്ക് പറ്റൂല. എന്താച്ചാലേ ഞാനിപ്പോ ബ്രഷ് ചെയ്ത് അപ്പൊ ചൂടണം കൊണ്ടാ കൈ ഇതൊക്കെ ആ കൈ മുഖം കഴിക്കണം. പൊന്നോട് പറയാ പെരുന്നാൾ ഞാൻ നിക്കാൻ പറ്റില്ല, നേരെ ബാത്റൂമിൽ നിന്നിട്ട് ഓടി. എന്ത് തണുപ്പറിയാ. എല്ലാം സഹിക്കും. ഇവിടെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് വന്നോണ്ട് ഇവിടുന്ന് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി കഴിക്കല് നടക്കൂല അല്ലേ? ഒരിക്കലും നടക്കൂല. പക്ഷെ നല്ല നല്ല ഫുഡ് കിട്ടും, നല്ല പൈസ ഫുഡ് കിട്ടും. പക്ഷെ നല്ല പൈസ കൊടുക്കണം കേട്ടോ. അപ്പൊ റൂമൊക്കെ കണ്ടില്ല നിങ്ങള്? അതെ, ഇനിയിപ്പോ ഇറങ്ങിയ ഇതൊന്നും അധികം റേറ്റും ആയില്ലട്ടാ. അതാണ് ചെറിയ റേറ്റിന് കിട്ടി. ഞങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് ചുളിവിൽ കറങ്ങി ലാസ്റ്റ് കയറിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അവനും കിട്ടി. വില പേശാൻ ഇവരെ കൊണ്ടായാൽ മതി. അപ്പൊ ഇനി ഇവിടെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ അപ്പൊ ഈ ഡ്രസ് ഇന്നലെ ഒരാളെ ചെയ്തിട്ടാ. അപ്പൊ ഈ ഡ്രസ് ഇന്നാണ് ഇട്ടത്. അല്ല ഞങ്ങൾ ആണുങ്ങളും ഇല്ലാതെ കെയർ ചെയ്യൂല. ഇന്നിപ്പോ വേറെ ഞങ്ങള് പോവാൻ നിക്കണേ. വെയില് നല്ല വന്നാൽ പിന്നെ രസമില്ല. തണുപ്പും കൂടി ആസ്വദിച്ച് കാണാൻ പോണം. അപ്പൊ റൂം ഇങ്ങനെ കുറച്ചും കൂടി ഇവിടെ തിരിഞ്ഞാണ്ട് ഇങ്ങനെ പൊട്ടിന്ന് പോകും. അപ്പൊ ഓക്കെ. എന്താ എവിടെ കിടക്ക് നോക്കട്ടെ. ഒരു മനുഷ്യൻ പേരിന്റെ വരവുണ്ടെങ്കിൽ തണുത്തിട്ട് കുടുങ്ങിക്കണില്ല. തണുത്തിട്ടാ ആ ശരിക്കും ട്രാവലർ ഇതാ പോണിട്ടാ. അതാ പോണ് 605 ഇതാ പോണ് ട്രാവലർ അല്ലേ? തലവൻ ഞാനാണ്. ഇതാണ് തലവൻ അല്ലേ? ആ എവിടെ മോന്റെ ഷൂ വരുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്ത് നേരെ പോണ്. ഇതാ പോണ് ഒരു നന്തപ്പാപ്പ പുറപ്പേര് ഈ പൂട്ടാണ്. എവിടെ ആ പോണ് ശരിക്കൂല. എവിടെ പൊളിഞ്ഞാടിക്കണ് അല്ല? എവിടെ കുരുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ശരിക്കും റൂമിന്റെ പുറത്തുതാ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തണുപ്പും കാറ്റും ഒക്കെ കൊണ്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടാ. സിറ്റൗട്ടും കാര്യങ്ങളും നല്ലൊരു വീട് മാതിരി തന്നെയാണ്. തണുപ്പോണ് നിൽക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓ തണുത്ത് കുറച്ചാണ് വരുന്നത്. ഇതാ നമ്മളെ വാഹനം പെട്ടിട്ടാ. എന്നാ ഞങ്ങൾ പോയിട്ടാ. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഓരോരുത്തർ തണുത്ത് വിറച്ചിങ്ങനെ നിൽക്കണ്. അവിടെ നിൽക്കണ് വണ്ടി കയറി ഞങ്ങള് പാഞ്ഞ് തടി എടുക്കണം. ഇനി ഇവിടെ നിക്കാൻ പറ്റൂല. നമ്മക്കിത് സഹിക്കാൻ പറ്റില്ല ഈ തണുപ്പ്. നമ്മളെ ചൂടുന്ന് വന്ന ആൾക്കാർക്ക് സഹിക്കാൻ പറ്റൂല. ഇവര് തണുക്കണെന്ന് പറയണെങ്കിൽ അത്രക്കും തണുപ്പട്ടേ പറയുള്ളൂ. റൂം ഇവിടെ ഉണ്ട് നമുക്കായി പറഞ്ഞ മാതിരി. ഈ കാണുന്ന വീഡിയോ കാണുമ്പോ ശരിക്കും ആകാശം കാണും. പക്ഷെ ആകാശമല്ല, ഈ താഴെ കാണുന്ന മുഴുവൻ മഞ്ഞാനിട്ടാ. എല്ലാരും പേര് മാളുടെ ഒരാള് JCB ഇത് വണ്ടി ഓടിക്കുന്നുണ്ട് ഇവിടെ. മാളുവാ എന്ത് ഭംഗിയല്ലേ, ഒന്നങ്ങോട്ട് നോക്കാം. സൂപ്പർ. മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമ്മുടെ മൊത്തം വീടുകളാണ്. ഇവിടെ മേൽഭാഗത്ത് മുഴുവൻ ആ മരങ്ങളെ കൂടി നിന്നിട്ട് ശരിക്കും മഞ്ഞുകൊണ്ട് അതൊന്നും കാണുന്നില്ല. ശരിക്കും ആളെ കാണില്ല.
ജാതി മഞ്ഞാണ്. ഓ ഇങ്ങനെ പിടിക്കുമ്പോ കാണിട്ടാ കണ്ടാ നല്ല വെയിലുമാണ്, നല്ല മഞ്ഞോള്. ഇവിടെ ഒരു JCB ഡ്രൈവർ കയറിയിട്ട് ഇപ്പൊ കാണിച്ചാട്ടാ. ആ വെള്ളം വേണ്ടിയില്ലേ? ക്യാരറ്റ് കൃഷി കേട്ടാ. തണുപ്പ് അമർത്തിട്ട് ഇവിടെ ഷൂട്ടിംഗ് സ്പോട്ടില് ഷൂട്ടിംഗ് മോനോടെ ചെറിയ വർക്കിലാട്ടാ. ഇവിടുന്ന് കാണുമ്പോ നല്ല രസമുണ്ട് ആ കുന്ന് കാണാനായിട്ടാ. കാണിച്ചു തരട്ടാ. ഇവിടെ ഏതാ ആ അത് പേര് കേട്ടതല്ലേ കിലുക്കൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്തെന്ന് ചോദിച്ച് ഭയങ്കര ഭംഗി ഇവിടെ കാണാം. ഊട്ടിയിൽ വരുമ്പോ നമ്മൾ ഇത് കാണിക്കാഞ്ഞാ പറ്റൂലേ വീഡിയോയില്. ക്യാരറ്റ് ഇപ്പം എവിടെയും ഇറങ്ങിയിട്ടില്ല. പൊന്നോ ക്യാരറ്റ് എവിടെ എത്തിയില്ലടാ. ഇത് കച്ചറുണ്ടാക്കുവാ? ഞാൻ ഉണ്ടാക്കും. നോക്കിട്ടാ മൊത്തം പൊങ്കലിയോ ഇവിടെ കടല്ല. ക്യാരറ്റ് എന്താ വില ഇവിടെ? വില കൂടിയാ? கம்மி யாரும் கொடுக்க மாட்டாங்க. எல்லாம் ஃப்ரெஷ் கேப்பிங் எல்லாம் இப்போ வந்தது தான். புதுசா எல்லாம் புதுசு தான். அல்ல ரோட்ல இருந்து என்ன எந்த ரேட் வரனே? 70. நம்ம ಜಾಸ್ತಿ ಇಲ್ಲ. இல்ல காலையில ஓராடாது. ஓகே அட்ஜஸ்ட் பண்ணி நமக்கு ஒரு 1 kg கூட. உங்களுக்கு பிரச்சனை கிடையாது. இல்ல பிரச்சனை இல்ல. 65 கொடுத்து வெரி இல்ல காலையில ஓராட கூடாது. உங்களுக்கு 65 ரூபாய் போட்டு. ஓகே 1 kg கொடுங்க அம்மா. எனக்கு காலையில போனி அதனால தான் நான் ஒண்ணு பேசுறேன். நல்ல பீஸ் பாருங்க. நல்ல பீஸ் ஊருக்கு கொண்டு வர. அத ஊருக்கு கேட்டேன். இங்க பாருங்க. വലുതാണ് ഇപ്പല്ല. ഇപ്പൊ ചെറിയ പീസുകൾ വരുന്നില്ല. ചിന്ന പീസുകൾ ക്യാരറ്റ് ചിന്ന പീസാ? ആ ഇല്ല ഇപ്പൊ സീസൺ അപ്പടി വലുതായില്ല. അത് നിൽക്കാതേട്ടാ വെയിൽക്കും അതുക്കും ഇതാണ് നല്ല അപ്പഴേ ഇതൊക്കെ വേറെ ഇട്ട സാധനങ്ങളല്ലേ ഇതൊക്കെ? പൊങ്കലായിട്ട് റേറ്റ് എല്ലാം കൂടിയില്ലേ ക്യാരറ്റിന്? ആ അപ്പൊ ഇന്ന് 10 നാളെ ഇങ്ങ എല്ലാം ലീവ് தானா? அங்கெல்லாம் கடையெல்லாம் மூடிட்டே இருக்கு. திறப்பாங்க. രക്ഷപ്പെട്ട ചെറിയ രക്ഷപ്പെടലല്ല. ഇവനെ ഓടിയതാണ്. ഇത് ഉപ്പേരി ഇടില്ല. ഉപ്പേരി അല്ല ബീട്രൂട്ട് 80. ഇതാണ് ബീട്രൂട്ട്. ഇത് 50 രൂപ ചേച്ചി. ഇതെല്ലാം ഫ്രഷ്. ഇത് വന്ന് നേരത്തെ വന്നത് എല്ലാം ബീട്രൂട്ട് ഇങ്ങനെ வாங்கிங்க ஃப்ரெஷ்ஷா இருக்குது. இங்க பாருங்க எல்லாம் ஃப்ரெஷ் தான். இது 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 நல்ல கேரட் இல்ல கேரட்டா அல்லல்ல சாம்பார் கட കഴിക്കാൻ പറ്റൂല. இது சாம்பார் கிட்டலாம் கறி நல்லா இருக்கும்.
ഇതിന്റെ പേര് ശരിക്കും എന്താണ്? മുള്ളങ്കി എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ആ ഇവിടെ സാമ്പാറില്ല, നമ്മളെ തമിഴ്നാട്ടില് എല്ലാരും സാമ്പാർ ഉപയോഗിച്ച സാധനം നല്ല വാങ്ങും. അപ്പൊ നമ്മൾ ഇതുവരെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പൊ വാങ്ങിയിട്ടുണ്ട് ചേച്ചി തന്നിട്ട്. അപ്പൊ ഇനി വരുന്നവരൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട്, നല്ല അടിപൊളി സാധനമാണെന്ന് പറഞ്ഞത്. വിറ്റാമിൻ എ ബി സി 3 ഉണ്ടായിരുന്നല്ല. അപ്പൊ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പോവാം. പൊന്നോ ടൂറെല്ലാം കഴിഞ്ഞ് ലാസ്റ്റുള്ള വർത്താനം എന്താണ്? പറ പൊന്നോ, ഇനി എവിടക്ക നമുക്ക് പോണ്ടി? എവിടക്ക പോണ്ടി? എവിടക്കാ പോണ്ടീന്ന് പറയേ? ഇമ്മഞ്ഞ എവിടക്കും പോണേ, നമ്മൾ പെരേക്ക് പോവാന്ന്. അപ്പൊ എന്തിനാ ഒരു സ്വസ്ഥതക്കാണ്, ഒരു സ്വസ്ഥതല്ല, ഒരു സ്വസ്ഥതക്കാണ് നമ്മള് പെരേക്ക് പോവാത്. ഇതാണ് ടൂറിന്റെ ലാസ്റ്റ് പറയാനുള്ള വാക്ക്. ഇതാണ് നമ്മളെ പെരേക്ക് പോവാ. പോകുമ്പോ എങ്ങനെയാണ് ഞാൻ നൃത്തം ചെയ്ത് അങ്ങനെ പോയത്? ഇവന് പിന്നെ ഇവന്റെ ശരീരത്തില് വെള്ളമൊക്കെ ഇറങ്ങി പോയിക്കണേ ഛർദിച്ചിട്ട്. ഫോട്ടോ നിക്കാലത്തെ